തിരുവല്ലയിലെ വളഞ്ഞവട്ടത്ത് കോഴിക്കോട്ടിൽ നിന്നും കോഴിയെ പിടിച്ച കാട്ടുപൂച്ചയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വലയിലാക്കി. വളഞ്ഞവട്ടം സ്റ്റെല്ല മേരി സ്കൂളിന് സമീപം വടക്കെടത്ത് വീട്ടിൽ മോഹനന്റെ വീടിന് പിൻവശത്തെ കോഴിക്കോട്ടിൽ കയറിയ കാട്ടുപൂച്ചയെയാണ് പിടികൂടിയത്. ചുറ്റിനും വലവിരിച്ച കോഴിക്കോടിനുള്ളിൽ കയറിപ്പറ്റിയ കാട്ടുപൂച്ച ഒരു കോഴിയെ പിടിച്ചു. ഇതോടെ മറ്റു കോഴികൾ കൂട്ടത്തോടെ ബഹളം വെച്ചു. ബഹളം കേട്ട് എത്തിയ മോഹനൻ വിവരം സമീപവാസികളെ അറിയിച്ചു. തുടർന്ന് പുളിക്കീഴ് പോലീസ് സ്ഥലത്തെത്തി വനംവകുപ്പിനെ വിവരമറിയിച്ചു. രാത്രി റാന്നിയിൽ നിന്നുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി പൂച്ചയെ കൂട്ടിലാക്കി കൊണ്ടുപോയി. കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങിയെന്ന് പ്രചരിച്ചതിനെ തുടർന്ന് മണിക്കൂറുകളോളം മുൾമുനയിലായിരുന്നു മണിപ്പുഴ നിവാസികൾ. പ്രദേശത്ത് കാണപ്പെട്ട പുലിയോട് സാദൃശ്യമുള്ള ജീവി പൂച്ചപ്പുലിയാണെന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തി സ്ഥിരീകരിച്ചതോടെയാണ് 8 മണിക്കൂറോളം നീണ്ട ആശങ്കയ്ക്ക് വിരാമമായത്. മണിപ്പുഴ പഞ്ചമി റോഡിൽ വ്യാഴാഴ്ച പുലർച്ചെ 6 മണിയോടെ സമീപവാസിയായ സംഗീതയാണ് വളർത്തുനായുടെ നിർത്താതെയുള്ള കുരയെ തുടർന്ന് റോട്ടിലേക്ക് നോക്കിയപ്പോൾ പുലിക്ക് സമാനമായ അപൂർവ ജീവിയെ കണ്ടത്. ഗേറ്റ് തുറന്ന് നടന്നെത്തുന്ന സംഗീതയെ കണ്ട് ജീവി സമീപത്തെ പുരയിടത്തിൽ ഒളിച്ചു. വീട്ടിലേക്ക് മടങ്ങവേ തിരിഞ്ഞു നോക്കുമ്പോൾ റോഡ് മുറിച്ച് കടന്ന ജീവി സമീപത്തെ ആളൊഴിഞ്ഞ മറ്റൊരു പുരയിടത്തിലേക്ക് പോകുന്നതായി കണ്ടു. തുടർന്ന് മൊബൈൽ ഫോണിൽ ജീവിയുടെ ദൃശ്യവും പകർത്തി. ഈ ദൃശ്യങ്ങൾ സാമൂഹ്യമാധ്യമങ്ങളിൽ അടക്കം പ്രചരിച്ചതോടെയാണ് പുലി ഇറങ്ങിയെന്ന വാർത്ത നാടാകെ പരന്നത്. തുടർന്ന് റാന്നി RFO BR ജയൻ, ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ റോബിൻ മാത്യു എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം വൈകിട്ട് 4 മണിയോടെ സ്ഥലത്തെത്തി. മൊബൈലിൽ പകർത്തിയ ദൃശ്യവും ദൃക്സാക്ഷികളടക്കമുള്ളവരിൽ നിന്നും ലഭിച്ച വിവരത്തിന്റെയും അടിസ്ഥാനത്തിൽ കാണപ്പെട്ടത് പൂച്ചപ്പുലിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെയാണ് നാട്ടുകാരുടെ ഭീതി ഒഴിഞ്ഞത്. 2018 മഹാപ്രളയത്തോടെയാണ് കിഴക്കൻ മേഖലകളിൽ നിന്നും കാട്ടുപന്നി അടക്കമുള്ള ഇത്തരം വന്യജീവികൾ പടിഞ്ഞാറൻ മേഖലയിലേക്ക് എത്തിയത് എന്നും കാണപ്പെട്ട പൂച്ചപ്പുലി ആക്രമണകാരിയല്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു.